ഇന്ന് ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറില്ലേ ഒരു എഴുത്തിയമ്മന്ന്. എഴുത്തിയമ്മയുടെ വീട്ടിൽ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരിട്ടിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം കേട്ടോ. നമ്മൾ റെഡി ആവണേക്കാളും മുന്നേ റൂബി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണീസ് അവിടെ നല്ല മണ്ണക്കളിയിലാണ്. ഞാൻ കാണിച്ചു തരാം. വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മാത്രമേ അവൾക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ എഴുത്തിയമ്മയുടെ വീട്ടിലേക്ക് എത്തിയിട്ടോ. പാടത്തിന് വക്കിന് തന്നെ എഴുത്തിയമ്മയുടെ വീട്. ഞാൻ പറഞ്ഞു വന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ആ കാണുന്ന ഷെഡാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഷെഡ് എന്താണെന്ന്. ഇത് സോക്കേസ് വർക്കിൻ്റെ ഒരു ചെറിയൊരു ഷെഡ് കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. എഴുത്തിയമ്മയുടെ ഏട്ടന് ഈ ഒരു സംഭവം ആദ്യം അറിയണതാവുകൊണ്ട് അവർ ഒന്നും കൂടി ഇത് തുടർന്ന് പണിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീടിനടുത്ത് തന്നെ ആകുമ്പോൾ ഒന്നും കൂടി സൗകര്യമല്ലേ. അപ്പം അങ്ങനെ എഴുത്തിയമ്മയ്ക്കും ഇതിനൊപ്പം പണിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഫുൾ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എഴുത്തിയമ്മ അവിടെ എന്തോ തിരക്കിലാണ്. ഞാനൊന്ന് പോയി നോക്കിയപ്പോൾ മൂപ്പത്തേര് നല്ല പണിത്തിരക്കിലാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ച് തന്നിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പം അങ്ങനെ എഴുത്തിയമ്മയുടെ വീട്ടിൽ പോയി വന്നിട്ട് ഞാൻ വന്നപ്പോഴേക്ക് ഏട്ടൻ മീനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിളിമീനുണ്ട്. അപ്പോൾ അവിടുന്ന് ലേശം മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ നമ്മുടെ ഉണ്ണീസ് മുളകൊക്കെ ഇട്ട്